ഹായ് ഫ്രണ്ട്സ്, 10th മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, അതുപോലെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലുള്ള പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, അവർക്കൊക്കെ വേണ്ടിയാണ് ICT ആണ് എടുക്കുന്നത്. ഇതിലെ സിലബസിൽ സൈബർ കുറ്റകൃത്യങ്ങൾ എന്നൊരു ടോപ്പിക്കുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങൾ എല്ലാം ഞാൻ എടുക്കുന്നില്ല. ഇത് SCERT പാഠപുസ്തകത്തിൽ ഒരു ബോക്സിൽ തന്നിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം. സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണ്, ഇൻ്റർനെറ്റ് തുടങ്ങിയവയിലൂടെയൊക്കെ നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കുന്നത്. ഒരാളുടെ സ്വകാര്യതയെ ഹനിക്കുന്നതോ അപകീർത്തിപ്പെടുത്തുന്നതോ ആയിട്ടുള്ള സന്ദേശങ്ങൾ, ചിത്രങ്ങൾ, വ്യാജ സന്ദേശങ്ങൾ, ദേശസുരക്ഷയെ ഹനിക്കൽ എന്നിവ ഇൻ്റർനെറ്റിലൂടെയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ ഒക്കെ കൈമാറ്റം ചെയ്യുന്നതും പ്രചരിപ്പിക്കുന്നതുമെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളിൽ പെടുന്നതാണ്. ആദ്യം നോക്കുന്നത് ക്രാക്കിംഗ് ആണ്. ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറിയിട്ട് അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. നല്ല ഉദ്ദേശത്തോടെ അല്ലാതെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറിയിട്ട് അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ സോഫ്റ്റ്വെയറുകളുടെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയും എല്ലാം ആഴത്തിൽ പരിശോധിച്ച് ഗുണപരമായിട്ടുള്ള രീതിയിൽ മാറ്റം വരുത്തുന്ന ഹാക്കിങ്ങിനെയും പലപ്പോഴും ക്രാക്കിംഗ് ആയിട്ട് നമ്മൾ തെറ്റായിട്ട് വിശേഷിപ്പിക്കാറുണ്ട്. ശരിക്കും ക്രാക്കിംഗ് എന്നാൽ എന്താണ്? ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറിയിട്ട് അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഫിഷിംഗ് എന്താണ് എന്ന് നോക്കാം. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പിനെയാണ് ഫിഷിംഗ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പാസ്വേഡ്, അതുപോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്ന, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് PSC ഒരുപാട് വട്ടം ചോദിച്ചതാണ്. പാസ്വേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്കവാറും ഫിഷിംഗ് ആയിരിക്കും. അപ്പം അത് ഓർക്കുക. അടുത്തത് സൈബർ സ്ക്വാട്ടിംഗ് ആണ് നോക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനത്തെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഫേക്കായിട്ടുള്ള വെബ്സൈറ്റുകൾ, വിലാസങ്ങളൊക്കെ തയ്യാറാക്കുന്ന പ്രവർത്തനത്തെയാണ് സൈബർ സ്ക്വാട്ടിംഗ് എന്ന് വിളിക്കുന്നത്. PSCയുടെ വെബ്സൈറ്റ് തന്നെ വേറെ വേറെ കുറേ ഫേക്കായിട്ടുള്ളത് കിടപ്പില്ലേ? അപ്പം ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കുമ്പം അതിൻ്റെ ഫേക്കായിട്ടുള്ള കുറച്ച് താഴെ വരും. അപ്പം അത് അങ്ങനെ തയ്യാറാക്കുന്നതിനെയാണ് എന്ത്? സൈബർ സ്ക്വാട്ടിംഗ് എന്ന് വിളിക്കുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് വ്യാജമായിട്ടുള്ള വെബ്സൈറ്റുകൾ, വിലാസങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. ഫിഷിംഗ് എന്തായിരുന്നു? പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നത് ഫിഷിംഗ്. ക്രാക്കിംഗ് എന്തായിരുന്നു? നമ്മുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലോ ഒക്കെ അതിക്രമിച്ച് കയറിയിട്ട് നമ്മുടെ ഡേറ്റാസ് താറുമാറാക്കുന്ന ആ ഒരു പ്രവർത്തനത്തെയാണ് ക്രാക്കിംഗ് എന്ന് വിളിക്കുന്നത്. അശ്ലീല ചിത്രങ്ങളും മറ്റും പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനത്തെയാണ് പോണോഗ്രഫി എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, 67A ആണ്. അടുത്തത് സൈബർ ടെററിസം. ദേശസുരക്ഷ, രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം എന്നിവയ്ക്കെതിരെ സൈബർ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ട് നടത്തപ്പെടുന്ന പ്രവർത്തനത്തെയാണ് സൈബർ ടെററിസം എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, 66F ആണ്. ഇനി ഈ നിയമം വന്നത്, ഇന്ത്യയിൽ സൈബർ നിയമം വന്നത് 2000 ഒക്ടോബർ 17 ആക്ട് 2000 ആണ് നിയമം. ഇത് നിലവിൽ വന്നത് ഒക്ടോബർ 17 2000 ഒക്ടോബർ 17 ഇനി ഇത് ഭേദഗതി ചെയ്യുകയുണ്ടായി. 2009 ഒക്ടോബർ 27 ഭേദഗതി ചെയ്തത്. 2009 ഒക്ടോബർ 27. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.